സതീശൻ ഒന്നാം തരം കള്ളനാണ്. ഇത് ഞാൻ വളരെ നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് പറയാം. കാരണം രാഷ്ട്രീയത്തിൽ കുറച്ച് കള്ളത്തരമൊക്കെ കാണിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സതീശൻ ഇന്നൊരു മുട്ടൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? PM ശ്രീ പദ്ധതി ഇപ്പോൾ വലിയ ചർച്ചയാണ്. സതീശൻ പറയുന്നു, PM ശ്രീ പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി കൂടിയിട്ട് അതിൻ്റെ നയങ്ങളുണ്ടാക്കും. എന്തൊരു വലിയ കള്ളമാണ് സതീശ. PM ശ്രീ എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ നയം കേന്ദ്രം ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. സതീശ, മോദി പറയും, അങ്ങോട്ട് ചെയ്താൽ മതി. ഇതാണ് സത്യം. ഇത് പറയുമ്പോൾ ലീഗുകാർക്ക് വിഷമം ഉണ്ടാവും, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വിഷമം ഉണ്ടാവും, അടുപ്പുകുട്ടി ചർച്ചക്കാർക്ക് ആകപ്പാട മനസ്താപം ഉണ്ടാവും. അപ്പോൾ സതീശൻ എന്ത് ചെയ്യണം? അങ്ങനെയല്ല, നമ്മൾ ചെയ്യും. നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് 3 പേരെ പിടിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി. അവരെന്തോ ചെയ്യാനാണ്? പിണറായി പണ്ട് പറഞ്ഞു ഓർക്കുന്നില്ലേ? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് CAA കേരളത്തിൽ നടപ്പാക്കത്തില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം കേരളത്തിൽ നടപ്പാക്കത്തില്ല എന്ന് പറയാൻ കേരളം കേരളമാണെന്നാണോ പിണറായി കരുതിയ? അല്ല, പിണറായിക്കറിയാം ഇവിടെ നടപ്പാക്കിയേ പറ്റുള്ളൂ. എന്നിട്ട് രാജ്യത്ത് ആദ്യമായി CAA പ്രകാരമുള്ള തടങ്കൽ പാളയം ഉണ്ടാക്കിയത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും, കാരണം കുറേ ആളുകളെ പറ്റിക്കണമല്ലോ. ഇവിടെ അന്തം കമ്മികൾ, ചുടാപ്പികൾ, ഇവർക്കൊക്കെ തൃപ്തിയാകാൻ വേണ്ടി ഇത്തരം ചില വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കണം. നല്ല കള്ളം പറയാം. അതുപോലെയാണ് PM ശ്രീയുടെ കാര്യം. PM ശ്രീയുടെ നയം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൻ്റെ സിലബസ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എനിക്ക് നിങ്ങളപ്പോൾ ചോദിക്കും, എന്താ ഈ PM ശ്രീ? PM ശ്രീയോട് എന്താ ഇവർക്ക് എതിർപ്പ്? PM ശ്രീയോട് ഉള്ള എതിർപ്പെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ശ്രീ പദ്ധതി എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതി ആയതാണ്. പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ സ്വച്ഛന്ത മൃത്യു എന്നൊക്കെ പറയുന്ന പോലെ എപ്പോൾ താൻ പ്രധാനമന്ത്രി അല്ലാതാവണമെന്ന് നരേന്ദ്രമോദി തീരുമാനിക്കണം എന്ന തരത്തിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദി എന്നാണ്. നരേന്ദ്രമോദിയുടെ പേരിലുള്ളൊരു പദ്ധതി എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ വിഷമം. രണ്ടാമത്തെ വിഷമം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതിനകത്ത് ഒരു വ്യാജം പറഞ്ഞുണ്ടാക്കുകയാണ്. അതായത് സംഘീവൽക്കരണം, വിദ്യാഭ്യാസ രംഗത്ത് സംഘീവൽക്കരണം നടത്താൻ പോകുന്നു കേന്ദ്ര സർക്കാർ എന്നാണ് ആക്ഷേപം. സത്യത്തിൽ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമോ എന്താണ് ഈ PM ശ്രീ എന്ന് പറഞ്ഞാൽ? അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NDPയുടെ ഭാഗമായി 14,500 സ്കൂളുകളിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ കൊടുത്ത് അവരെ ഏറ്റവും മാതൃകാപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുക. ഒരു വിദ്യാലയത്തിന് 2 കോടി രൂപ കൊടുക്കും. 2 കോടി രൂപ, 200 ലക്ഷം രൂപ. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ പള്ളിക്കൂട്ടത്തിന് ഈ പദ്ധതി പ്രകാരം ലഭിക്കാൻ പോകുന്നത് 2 കോടി രൂപയാണ്. ഓരോ ബ്ലോക്കിലും 2 വിദ്യാലയങ്ങൾ വീതം തിരഞ്ഞെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിസമ്പന്നർ പഠിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകളിൽ എയർ കണ്ടീഷൻ ബസ്സുകളിലൊക്കെ പോകുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ സ്കൂളുകളിൽ ലഭിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, കളിസ്ഥലങ്ങൾ, ലൈബ്രറികൾ, ലാബറട്ടറികൾ, അഡൽട്ട് തിങ്കിങ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള സ്കൂളുകളായിട്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ, അതായത് സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കും. 2 കോടി രൂപ കൊടുക്കും. ആര് കൊടുക്കും? കേന്ദ്രം കൊടുക്കും. അതിനുവേണ്ടി ഏതാണ്ട് 1440 കോടി രൂപയാണ് കേരളത്തിന് കൊടുക്കാൻ പോകുന്നത്. അതിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ടു 99 കോടി കൈപ്പറ്റി. ഇപ്പോൾ 106 കോടി രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട്, വാങ്ങിച്ചു വെച്ചിരിക്കുക. കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഈ കരാർ അനുസരിച്ച് പിന്മാറാൻ കരാർ വ്യവസ്ഥ പ്രകാരം കേന്ദ്രത്തിന് മാത്രമേ പറ്റൂ. ഒപ്പിട്ടാൽ നടപ്പാക്കിയേ പറ്റുള്ളൂ. ഇനി എന്താ വേണ്ടത്? ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് എന്താ? ധാരണാപത്രം ഒപ്പിട്ടു. ഇപ്പോൾ സതീശൻ പറയുന്നത് അതല്ല, നമ്മൾ ഈ സ്കൂളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും. ഏതെല്ലാം സ്കൂള് ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമെന്നാണ് സതീശൻ പറയുന്നത്. അങ്ങനെയല്ല വ്യവസ്ഥ. UDISC പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ഈ പോർട്ടലിൽ ഇതിന് തിരഞ്ഞെടുക്കപ്പെടാവുന്ന സ്കൂളുകളുടെ ഒരു പട്ടിക സ്വമേധയാ ഉണ്ടായി വരും. AIയുടെ ഒക്കെ കാലമല്ലേ. രാജ്യത്തെ വിദ്യാലയങ്ങളുടെ എല്ലാം ഡാറ്റ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട്, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഡാറ്റ അവിടെ വരും. അതിൽ നിന്നും വേണമെങ്കിൽ
സംസ്ഥാന സർക്കാരിന് ശുപാർശ കൊടുക്കുക, ഇന്നടത്ത് ഇന്ന മെമ്മോറിയൽ സ്കൂളിന് PM-ശ്രീ കൊടുക്കണം, വേണമെങ്കിൽ കേന്ദ്രത്തിന് അംഗീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം എന്ന് പറഞ്ഞാൽ ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിച്ച് സ്കൂളുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ്. അല്ലാതെ സതീശൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരല്ല. പിന്നെന്തിനായി കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇനി അതിൻ്റെ നയം എന്ന് പറഞ്ഞാൽ കേരളം തീരുമാനിക്കുന്ന പറഞ്ഞു. എന്ത് തീരുമാനിക്കാൻ? ഈ നയം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ NEP-യുടെ ഭാഗമാണ്. NEP-യുടെ നയം പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാറേ. അതനുസരിച്ച് ഒന്നാമത്തെ മാറ്റം എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, 1-ാം ക്ലാസ് പ്രവേശനം 6 വയസ്സിലാണ്. 5 വയസ്സുള്ള 6 വയസ്സാവും. അടുത്ത വർഷം മുതൽ നടപ്പാക്കാൻ നേരത്തെ തന്നെ പിണറായി വിജയൻ്റെ സർക്കാർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. നടപ്പാക്കി കഴിഞ്ഞു പിന്നെ നിങ്ങൾക്കത് 5 വയസ്സിലോ 4 വയസ്സിലോ 3 വയസ്സിലോ ആക്കാൻ പറ്റും? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ പോളിസി എന്താ? ഇപ്പോഴത്തെ ഈ മനപ്പാഠം പഠിക്കുന്ന രീതി പറഞ്ഞ് കളിയിലൂടെയും ആക്ടിവിറ്റീസിലൂടെയുള്ള പഠനം ആയിരിക്കും ഈ സ്കൂളുകളിൽ വരുന്നത്. സ്കിൽ ബേസ്ഡ്, അതായത് ആളുകളുടെ കഴിവ്, നൈപുണ്യം വികസിപ്പിക്കാൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതികൾ PM-ശ്രീയുടെ ഭാഗമായിട്ട് വരും. അത് മാറ്റിയിട്ടില്ല. കാണാപ്പാഠം പഠിക്കുന്ന സംവിധാനം തന്നെ വേണം എന്ന് സതീശന് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല, നയം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സിലബസ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ നിലവിലുള്ള സിലബസിൻ്റെ ഭാഗമായി തന്നെ പോകാം. പക്ഷേ അത് NEP-യുടെ മാർഗരേഖകൾ അനുസരിച്ചായിരിക്കണം. അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. SCERT എന്ന് പറയുന്നൊരു ഏജൻസി കേരളത്തിലുണ്ടല്ലോ, അത് പ്രവർത്തിക്കുന്നത് NEP-യുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് ഒപ്പുവെച്ചെങ്കിലും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ നടപ്പാക്കും എന്ന് പറയുകയും അതിനുവേണ്ടി ഒരു നയം രൂപീകരിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കി എന്നും സതീശൻ പറയുമ്പോൾ പച്ചക്കള്ളമല്ലേ? പച്ചക്കള്ളമാണ്. ആ കള്ളം സതീശൻ പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. പറയാതെ സതീശൻ നിൽക്കാൻ പറ്റില്ല രാഷ്ട്രീയക്കാരനായിട്ട്. കാരണം കേന്ദ്രത്തിൻ്റെ പദ്ധതി അതേപടി നടപ്പാക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കാതെ സംസ്ഥാന സർക്കാരിന് മാറി നിൽക്കാൻ പറ്റില്ല. സതീശൻ പറഞ്ഞ കാര്യമുണ്ട്, ഈ കേന്ദ്ര പദ്ധതികൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന നികുതിപ്പണമാണ്. അതെന്നേ, കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറയുന്ന ടാക്സ് തന്നെയാണ്, ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ്. അത് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് പോയി. സതീശൻ വളരെ പ്രാക്ടിക്കലാണ്. അപ്പോൾ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ പോലെ പ്രവർത്തിച്ചാൽ കേരളം മാറും, ഒരു തർക്കവുമില്ല. കേരളം മാറണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര വിരുദ്ധ നയങ്ങൾ മാറ്റിവെച്ചിട്ട് കേന്ദ്രവുമായി സമരസപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുക്കുന്ന നിലപാടാണ് വേണ്ടതെന്ന് സതീശൻ നന്നായിട്ടറിയാം. അത് നയപ്രഖ്യാപന ദിവസം കണ്ടതാണ്. ഇവിടെ പലരും പറഞ്ഞു, നയപ്രഖ്യാപന ദിവസം ഗവർണറെ കൊണ്ട് കേന്ദ്രത്തിനെതിരെ കുറച്ച് വർത്തമാനമൊക്കെ പറയിപ്പിക്കും. അതോടെ ഗവർണർ എന്തെങ്കിലും വായിക്കാതെ വിടും, വായിക്കും, ആ കോലാഹലമോ അടി തുടങ്ങും. ഇല്ല, സതീശൻ അറിയാം. പിണറായി വിജയനെ പോലെയല്ല സതീശൻ ധനകാര്യമന്ത്രിയും കൂടിയാണ്. ഖജനാവിൽ പൂച്ച വെച്ച് കിടന്നാൽ തനിക്ക് കേരളം ഭരിക്കാൻ അറിയില്ല, തൻ്റെ പുറത്തേക്കുള്ള വഴി എളുപ്പമാകും എന്ന് സതീശൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് സതീശൻ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കോൺഗ്രസ്സുകാരനാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ സതീശനേക്കാളും KC വേണുഗോപാലാണ്, തർക്കമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിശ്വസ്തനാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഈ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ മഹാഭൂരിപക്ഷവും KC വേണുഗോപാലിൻ്റെ നോമിനികളുമാണ്. അതുകൊണ്ട് സതീശനെ സംബന്ധിച്ച് സതീശന് വളരെ ടാക്റ്റിക്കലായിട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ കേന്ദ്രം പറയും, സതീശൻ കേൾക്കും. മോദി ഹാപ്പിയാണ്, അമിത്ഷാ ഹാപ്പിയാണ്. കാരണം പിണറായി വിജയൻ്റെ കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളായ ഗെയിൽ പൈപ്പ് ലൈൻ പിണറായി വിജയൻ നടപ്പാക്കിയെന്ന് മോദി പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ, കേന്ദ്ര സർക്കാരിൻ്റെ റോഡുകൾ ഇതിലേ പോകുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നടന്നത്. CPM-കാരായിരുന്നു എതിർപ്പ്, ഏറ്റവും വലിയ എതിർപ്പ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ശവത്തെ ചവിട്ടിട്ടേ ഇതിന് റോഡിന് വീതി കൂട്ടാൻ പറ്റുള്ളൂ. ശവം പോലെ കസേരയിരിക്കുന്ന ചില ആളുകളെ കൊണ്ട് നാടവിടെ വികസിക്കാനാണ്. ഏതായാലും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ വളരെ ഭംഗിയായി നടപ്പാക്കി പിണറായി കൊടുത്തു. കേന്ദ്രത്തിന് സന്തോഷം, മോദിക്ക് സന്തോഷം, അമിത്ഷായ്ക്ക് സന്തോഷം. എന്ന് പറയുന്നത് പോലെ കേരളം വികസിക്കണമെങ്കിൽ കേന്ദ്രത്തിനോട് ഏറ്റുമുട്ടാൻ പോകാതെ കേന്ദ്രം പറയുന്നതൊക്കെ കേട്ട് കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതാണ് നല്ലതെന്ന് സതീശന് നന്നായിട്ട് ബോധ്യം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ലീഗുകാരെയും ഈ സുഡാപ്പികളെയും ഈ ജമാഅത്തെ ഇസ്ലാമികളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, നയം ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ
പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ അതേ മാതൃക പിന്തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കള്ളങ്ങൾ സതീശന് പറയാവുന്നതാണ്, നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും അത് ചെയ്യണേ.